ഹലോ അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയാണെങ്കിൽ ആകെ കൂടെ മദ്യപിച്ചിട്ട് ലെക്ക് കേട്ട അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അയാൾ വന്നിട്ട് വീണ്ടും വീണ്ടും മേഘയോട് പറയുന്നുണ്ട്, മാഡം പോലീസുകാരിപ്പോൾ വരും, നിങ്ങളെ പിടിക്കുന്നതിന് മുന്നേ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോവാൻ നോക്കും മാഡം എന്നൊക്കെ പറയുന്ന സമയത്ത് മേഘ പറയുന്നുണ്ട്, ഓ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയാണ്. അവസാനം അവൾ എങ്ങനെയോ വയ്യാതെയൊക്കെ കാല് കുഴഞ്ഞൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അയാൾ മേഘയെ സഹായിക്കാൻ ചെന്നപ്പോൾ മേഘ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് മാറി നിൽക്കാൻ പറയാണ്. എന്നിട്ട് മേഘ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നടന്ന് പോവാണ് വേച്ച്. അവസാനം ഒരു 5-6 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും മേഘ അവിടെ ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. മാഡം, അയാൾ മേഘയുടെ പിന്നാലെ വന്നിട്ടുണ്ട്. അയാൾ മേഘയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മാഡം എഴുന്നേക്ക്, മാഡം എഴുന്നേക്ക്. അയാൾ നോക്കുമ്പോൾ മേഘയ്ക്ക് ഒരു തുള്ളി ബോധം ഉണ്ടായിരുന്നില്ല. അയ്യോ, മദ്യപിച്ച് അധികമായത് കാരണം ബോധം കെട്ട് വീണതാണല്ലോ, ഇനി എന്താ ചെയ്യുക? അയാളിങ്ങനെ ടെൻഷനോടെ ചിന്തിക്കുകയാണ്. അയാൾ നോക്കുന്ന സമയത്ത് മേഘയുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. അയാൾ ആ പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് തുറന്നപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ ഒരു കാർഡ് കിട്ടുകയാണ്. ഈ നമ്പറിൽ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് സിദ്ധാർത്ഥനാണ് കോൾ പോകുന്നത്. സിദ്ധു ഫോൺ എടുക്കുകയാണ്, അറിയാത്ത നമ്പറിലാണല്ലോ. ഹലോ സർ, ഞാൻ ബാറിൽ നിന്നാണ് സംസാരിക്കുന്നത് പറഞ്ഞിട്ട് ബാറിൻ്റെ പേരൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ശരി പറ, എന്താ കാര്യം? സിദ്ധു ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മേഘ എന്ന് പറഞ്ഞ ഒരാളെ അറിയാമോ? ആ അറിയും, എന്താ കാര്യം? സിദ്ധു സംശയത്തോട് ചോദിക്കുകയാണ്. സാറിൻ്റെ ഈ നമ്പർ എനിക്ക് മേഘ എന്ന് പറഞ്ഞ ആളുടെ പേഴ്സിൽ നിന്ന് കിട്ടിയതാണ്. സർ, നിങ്ങൾ മേഘയ്ക്ക് ആരായിട്ട് വരും? ഞാൻ അവളുടെ കസിനാണ്, കാര്യം പറയൂ. സർ, മേഘ ഇന്ന് ഇവിടെ ബാറിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അതെ സർ, അവരിവിടെ വന്നിട്ട് അളവിലധികം മദ്യപിച്ചിട്ട് ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് തവണ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ പോവില്ല എന്ന് വാശി പിടിച്ച് ഒരുപാട് മദ്യപിച്ച് ബോധമില്ലാതെ ഇപ്പോൾ ഇവിടെ മയങ്ങി വീണ് കിടക്കുകയാണ് സർ. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വേഗം വന്നിട്ട് അവരെ കൂട്ടിയിട്ട് പോകാമോ സർ? സിദ്ധാർത്ഥ് ആകെ കൺഫ്യൂഷനായിട്ട് തലചൊറിയാണ്. സിദ്ധുവിൻ്റെ മുഖത്തുള്ള ആ ഒരു ഭാവഭേദങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തുണിയെടുക്കുന്നതിനിടയിൽ ചന്ദ്രിക. അവിടെ കിടന്നിടത്ത് നിന്ന് പോലും മേഘ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ചന്ദ്രിക. അപ്പോൾ സിദ്ധു അയാളോട് പറയുന്നുണ്ട്, സർ ഞാൻ വേണമെങ്കിൽ അവരുടെ ഭർത്താവ് ഇവിടെ അടുത്ത് തന്നെയാണുള്ളത്, ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയാം. സർ, പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ പറയൂ സർ. ഞങ്ങളുടെ ബാറിൽ ഇപ്പോൾ പോലീസ് റെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട് സർ. ഈ സമയത്ത് മേഘ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും സർ. അങ്ങനെ സംഭവിച്ചാൽ പ്രതീക്ഷിക്കാതെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും സർ. ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. അപ്പോഴും ചന്ദ്രികയുടെ പേര് തന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മേഘ. ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ മേഘ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്, ചന്ദ്രിക ഞാൻ നിന്നെ വെറുതെ വിടില്ല. മേഘ എന്തിനാ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുക? സിദ്ധു കോൾ കട്ട് ചെയ്തിട്ട് ചിന്തിക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ മനീഷിന് കോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ചന്ദ്രിക സിദ്ധുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. മനീഷിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിച്ചു നോക്കുകയാണ്. അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത്. സിദ്ധുവിൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സർ? ആരെയാണ് ഈ സമയത്ത് കോൾ ചെയ്യുന്നത്? സിറ്റിയിലുള്ള ബാറിൽ നിന്ന് അവിടുത്തെ മാനേജർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സർ കാര്യം? ഇന്നവിടെ മേഘ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കേട്ടിട്ട് ചന്ദ്രിക ആകെ ഷോക്കാവുകയാണ്. അവിടെ പോയി അളവിലധികം മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. മാനേജർ പറഞ്ഞിട്ട് പോലും അവൾ കേട്ടില്ല. സിധു വല്ലാത്ത ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അത് കണ്ടിട്ട് അവിടുത്തെ മാനേജർ എന്നെ കോൾ ചെയ്തിട്ട് അവളെ കൂട്ടിയിട്ട് പോകാനാണ് പറയുന്നത്. ചന്ദ്രിക വല്ലാത്ത വിഷമത്തോടെ പറയുന്നുണ്ട്, അയ്യയ്യോ എന്താ സർ മേഘ ഇങ്ങനെ ആയത്? അല്ലേ തന്നെ അച്ഛൻ അവളുടെ മേൽ വല്ലാത്ത ദേഷ്യത്തിലാണുള്ളത്. ഇവളെ ഇങ്ങനെ കൂടി ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വല്ലാതെ അവളെ വെറുക്കും. ശരി, ഇപ്പോൾ സർ എന്താ ചെയ്യാൻ പോകുന്നത്? അതാണ് ചന്ദ്രിക, ഞാൻ മനീഷിനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവനെങ്ങനെയെങ്കിലും കോളിൽ കിട്ടുകയാണെങ്കിൽ മേഘയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാമായിരുന്നു. ശരി സർ, അങ്ങനെയാണെങ്കിൽ മനീഷിനെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ. എത്രയും പെട്ടെന്ന് മനീഷിനെ വിളിച്ചിട്ട് മേഘയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയൂ. സർ, മലര് താഴെ തനിച്ചാ ഉള്ളത്, ഞാൻ അങ്ങോട്ടേക്ക്. ശരി, നീ പൊയ്ക്കോളൂ. സിധു വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ആ സമയത്തൊക്കെ മനീഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് വീണ്ടും സിദ്ധാർത്ഥിൻ്റെ കോളിൽ അവിടുത്തെ മാനേജർ വിളിക്കുന്നുണ്ട്, സർ എവിടെ എത്തി സർ? ഇപ്പോൾ തന്നെ പോലീസ് ഇതിനടുത്ത് എത്തിയിട്ടാണുള്ളത്. അയാൾ ഭയന്നുകൊണ്ട് പറയുകയാണ്. ഈ സമയത്തൊക്കെ ലേഡീസ് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളെയാണ് സർ ചോദ്യം ചെയ്യുക. അതുമാത്രമല്ല അവരെ കസ്റ്റഡിയിലെടുത്ത് പോവുകയും ചെയ്യും. സർ, അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് വന്നിട്ട് ഇവരെ കൂട്ടിയിട്ട് പോ സർ. സിദ്ധു എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ വീണ്ടും വീണ്ടും ഇത് തന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓ ശരി സർ, ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് പോകാൻ വേണ്ടി തുനിയാണ്. അവൻ വല്ലാത്ത ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മേഘ കുടിച്ചിട്ട് ബോധം കെട്ട ആ ബാറിലേക്ക് സിദ്ധാർത്ഥ് എത്തിയിട്ടുണ്ടായിരുന്നു. സർ, നിങ്ങളാണോ എന്നെ കോൾ ചെയ്തത്? അതെ സർ. മേഘ എവിടെ? അതാ അവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്, വരൂ സർ.
സിദ്ധു നോക്കുന്ന സമയത്ത് മേഘ അവിടെ ബോധം കെട്ടി കിടക്കുകയാണ്. ഇങ്ങനെ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൻ ആകെ അതിശയിച്ച് പോയിട്ടുണ്ടായിരുന്നു മേഘയുടെ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ ആ മാനേജർ പറയുന്നുണ്ട്, ഒരുപാട് തവണ പറഞ്ഞതാണ് ഇത്രയധികം മദ്യപിക്കരുതെന്ന്, പക്ഷേ അതൊന്നും കേൾക്കാതെ ഒരുപാട് മദ്യപിച്ചിട്ട് നടക്കാനാവാതെ ഇവിടെ ബോധം കെട്ടി വീണതാണ്. ഏയ് മേഘ സർ, എത്രയും പെട്ടെന്ന് പോലീസ് വരുന്നതിന് മുമ്പ് ഇവരെയും കൂട്ടി പോകും സർ, ഞാൻ ചെയ്തോളാം നിങ്ങൾ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് മേഘയുടെ മുഖത്ത് തളിക്കുകയാണ്. മേഘ മേഘ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം വെള്ളം തളിച്ചിട്ടും മേഘ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. അവളിത് തന്നെ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ചന്ദ്രിക ഞാൻ നിന്നെ വെറുതെ വിടില്ലടി എന്നൊക്കെ. അവസാനം അവൾ എഴുന്നേൽക്കുന്നതെന്ന് തോന്നിയപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ ഫോണും പേഴ്സും എടുത്തിട്ട് ആ മാനേജറുടെ കൈ കൊടുത്തിട്ട് മേഘയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മേഘയെ താഴെ ഇറക്കിയിട്ട് കാറിൻ്റെ പിൻസീറ്റിലായിട്ട് കൊണ്ടുവന്ന് കിടത്തുകയാണ്. അതിനുശേഷം പേഴ്സും ഫോണും വാങ്ങിയിട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കിക്കൊണ്ട് വണ്ടി എടുക്കുകയാണ്. സിദ്ധുവിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സിദ്ധു മിററിൽ കൂടെ മേഘയെ നോക്കുന്ന സമയത്ത് അവൾ ബോധമില്ലാതെ ഇങ്ങനെ ഓരോ പിച്ചുമ്പയും പറയാണ്. അതിനിടയിൽ അവൾ പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. എൻ്റെ സ്വത്തും പണവും ഒക്കെ എടുത്ത് എന്നെ നടു റോട്ടിലാക്കിയില്ലേ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, വെറുതെ വിടില്ല. മേഘ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സിദ്ധുവിന് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ്. ഏയ് വായ് മൂടിയിരിക്കേ, ചന്ദ്രികയല്ല നിന്നെ നടുറോട്ടിൽ ഇറക്കി വിട്ടത്. നീ ചെയ്ത പാപവും നീ ചെയ്ത കള്ളത്തരവുമാണ് നിന്നെ നടുറോട്ടിൽ എത്തിച്ചത്. എപ്പോഴും സത്യസന്ധതയോടെ അധ്വാനിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കള്ളത്തരത്തിലൂടെ നിന്നെപ്പോലെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ കൂടി നിന്റെ ഈ ഗതികേടുള്ള അവസ്ഥയാണ് വരിക, മനസ്സിലാക്കിക്കോ. അപ്പോൾ മേഘ അതിന് ഉത്തരം എന്ന പോലെ വീണ്ടും പറയാണ്, ഞാൻ ചന്ദ്രികയെ നശിപ്പിക്കും. അവൾ എവിടെ നിന്നാണോ വന്നത് അവളെ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടെത്തിക്കും. നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. നിന്റെ ഈ അഹങ്കാരവും അത്യാഗ്രഹവുമാണ് നിന്നെ ഈ ഗതികെട്ട അവസ്ഥയിലാക്കിയത്. അതുതന്നെ ആയിരിക്കും നിന്റെ നാശത്തിനും കാരണം, നീ ഓർത്തു വെച്ചോ. സിദ്ധാർത്ഥും തിരിച്ചവൾക്ക് മറുപടി എന്ന പോലെ പറയാണ്. മേഘ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇനി ഒരു കാലത്തും ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കില്ല മേഘ. അതുപോലെ തന്നെ നിനക്ക് ഒരിക്കലും ചന്ദ്രികയെ തോൽപ്പിക്കാനും സാധിക്കില്ല, അവളേക്കാൾ മുന്നേറാനും സാധിക്കില്ല. അതിനുള്ള മറുപടി അല്ലെങ്കിലും മേഘ വീണ്ടും പറയാണ്, ഏയ് നിന്നെ ഞാൻ വെറുതെ വിടില്ല ചന്ദ്രിക, വെറുതെ വിടില്ല. അവളോട് കൂടുതലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് സിദ്ധു പിന്നീടൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും ഏകദേശം വീടെത്തിയിട്ടുണ്ടായിരുന്നു. ഡോറ് തുറന്നു കൊടുത്തിട്ട് സിദ്ധു അവളോട് പറയുന്നുണ്ട്, ഏയ് മേഘ, വീട് വന്ന് ഇറങ്ങാൻ നോക്ക്. മേഘ എങ്ങനെയൊക്കെയോ കുഴഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് മുൻ സീറ്റിലേക്ക് കയറാനാ പോകുന്നത്. ഏയ് അങ്ങോട്ടല്ല പോകേണ്ടത്, ഡോർ ഈ ഭാഗത്താണ്, ഇതിലേക്കൂടി ഇറങ്ങ്. സിദ്ധാർത്ഥിൻ്റെ സഹായത്തോടെ മേഘ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അവൻ അവളെ പിടിച്ചുകൊണ്ട് സഹായിക്കുന്നുണ്ടായിരുന്നു നടക്കാൻ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആവശ്യത്തിലധികം മദ്യപിച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. വാ വാ എന്ന് പറഞ്ഞിട്ട് മേഘയും കൂട്ടിക്കൊണ്ട് അവളുടെ ആ ചെറിയ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശിയും മനോഹരനും പ്രിയയും ഒന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അവിടെ ബെഡിൽ കൊണ്ടുപോയി മേഘ ഇരുത്തിയിട്ട് അവൻ പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കേ. എന്നിട്ട് മേഘ അവിടെ ബെഡിൽ കിടത്തിയിട്ട് അവൻ ആ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യാണ്. ആ സമയത്ത് മേഘ ബോധമില്ലാതെയാണ് കിടക്കുന്നത്. സിദ്ധു അവിടുന്ന് തിരിച്ച് നടക്കാൻ നോക്കുമ്പോൾ മേഘ പിന്നീന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏയ് എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം വേണം. ഓ, സിദ്ധു ചുറ്റിലും നോക്കുകയാണ്, വെള്ളം ഇപ്പം എവിടെയായിരിക്കും. എന്നിട്ട് അവൻ ആ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അവിടെ നിൽക്ക്, ഞാനിപ്പോൾ കൊണ്ടുവരാം, വേഗം കൊണ്ടുവാ. മേഘ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് എഴുന്നേക്കാൻ പറയണം. പക്ഷെ മേഘയ്ക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. അവൻ തന്നെ അവളെ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചിട്ട് കൈക്കൊണ്ട് ബാലൻസ് ചെയ്തിട്ട് അവൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേഘ കുഴഞ്ഞു വീഴാനൊക്കെ പോകുന്നുണ്ട്. സിദ്ധു അവളെ ഹെൽപ്പ് ചെയ്യാണ്. അതിനിടയിൽ തന്നെ അവൾ അവിടെ ബോധം കെട്ട് വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ സിദ്ധു അവളുടെ കയ്യിൽ നിന്ന് വേഗം ഒരു ഗ്ലാസ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളെ കിടക്കാൻ സഹായിച്ചുകൊണ്ട് ദേഷ്യത്തോട് അവളോട് പറയുന്നുണ്ട്, ഏയ് വീട്ടിൽ ആരും ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഇങ്ങനെ മദ്യപിച്ചിട്ട് വന്നത് നല്ലതാണോ? ഭാഗ്യം കൊണ്ട് പ്രിയ ഇല്ലാഞ്ഞത് നന്നായി. ഈ ഒരു അവസ്ഥയിൽ അവൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താവുമായിരുന്നു ആ കുട്ടിയുടെ മാനസികാവസ്ഥ? മേഘ ശരിക്കും മദ്യപിച്ചതാണെങ്കിലും ബോധത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഇനിയെങ്കിലും പ്രിയ ഉള്ളപ്പോഴെങ്കിലും ഇതുപോലെ മദ്യപിക്കാതിരിക്കുക. അപ്പോൾ മേഘ അവനോട് പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കുന്നതൊക്കെ നിർത്തിയതായിരുന്നു, ഞാൻ പക്ഷെ വീണ്ടും മദ്യപിക്കാൻ കാരണം ആ ചന്ദ്രികയാണ്. അവൾ കാരണമാണ് മനസ്സിന് സന്തോഷമില്ലാതെ ഞാൻ മദ്യപിച്ചത്. ചന്ദ്രികയെ ഞാൻ വെറുതെ വിടില്ല. വീണ്ടും വീണ്ടും മേഘ അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സിദ്ധുവിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് സിദ്ധാർത്ഥ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വീണ്ടും വീണ്ടും മേഘ ചന്ദ്രിക ചന്ദ്രിക എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരം പുലർന്ന സമയത്ത് മേഘയുടെ വീട് തന്നെയാണ് കാണിക്കുന്നത്.
നേരം വെളുത്തപ്പോൾ തന്നെ മുത്തശ്ശിയും മനോഹരനും പ്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ മേഘ അവർ മേഘയെ വിളിക്കുന്നുണ്ട്. മേഘയാണെങ്കിൽ രാത്രി മദ്യപിച്ച് ഓവറായതുകൊണ്ട് തന്നെ ബോധമില്ലാതെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്നും അറിയാതെ മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, നോക്ക് ഈ മേഘയെ നോക്കിയേ, ഇത്ര നേരമായിട്ടും ഇവളെ എഴുന്നേറ്റിട്ടും ഇല്ല, കോലം വരച്ചിട്ടും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവൾ പാത്രം കഴുകിയിട്ടും ഇല്ല, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, എഴുന്നേറ്റത് പോലും ഇല്ല. ഇതിന് മാത്രം ഇവൾ എന്താ ചെയ്തത്? മുത്തശ്ശി ക്ലോക്കിലേക്ക് നോക്കുന്ന സമയത്ത് 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും മനോഹരനോട് പറയാണ്, 12 മണിയായി, ഇനിയും ഇത്ര നേരമായിട്ട് ഇവിടെ എഴുന്നേറ്റിട്ടില്ല. ഒരു കുടുംബിനിയായ പെണ്ണ് ഇത്ര നേരമായിട്ട് നേരം വെളുത്തിട്ട് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ പിന്നെ ആ കുടുംബം നന്നാവുമോ? അവർ ആ ഒരു പഴയ കാലത്തുള്ള ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ചേച്ചി? അപ്പോൾ ദേഷ്യത്തോടെ പറയാണ്, ഇവളാണെങ്കിൽ എല്ലാ തെറ്റുകളും ചെയ്യുകയും ചെയ്യും, എന്നിട്ട് മറ്റുള്ളവരെ നല്ല കുറവ് പറയുകയും ചെയ്യും. എന്നിട്ട് ദേഷ്യത്തോടെ മേഘയെ തട്ടി ഉണർത്തുകയാണ്. മേഘ 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 എഴുന്നേക്കടി. മേഘ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എഴുന്നേക്ക് മേഘ. പക്ഷെ അവൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങണം, എന്നെ ഉറങ്ങാൻ വിട്, എന്നെ വിളിക്കല്ലേ. അതെ, 12 മണി കഴിഞ്ഞു, എന്നിട്ടും നിന്നെ വിളിക്കല്ലേ എന്നാണോ നീ പറയുന്നത്? മേഘ വീണ്ടും വീണ്ടും ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട്, എഴുന്നേക്കടി, നിന്നോട് എഴുന്നേക്കാനല്ലേ പറഞ്ഞത്. അവർ വീണ്ടും വീണ്ടും മേഘയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും തോറും മേഘ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മനോഹരനാണെങ്കിൽ സ്മെല്ല് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ വല്ലാത്തൊരു സ്മെല്ലുണ്ട് ചേച്ചി. എന്ത് സ്മെല്ല്? അവരിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. അയ്യോ ചേച്ചി, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നന്നായി മണപ്പിച്ച് നോക്ക്. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മനോഹരൻ ദേഷ്യത്തോട് പറയുന്നുണ്ട്, മേഘം മദ്യപിച്ചിട്ടാണുള്ളത് ചേച്ചി, പ്രിയ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അത് കേട്ടതും മുത്തശ്ശി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നെഞ്ചിൽ കൈവെക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞങ്ങൾ തിരുപ്പതിയിൽ പോയ സമയത്ത് ഇവളിവിടെ കുടിച്ച് മദ്യപിച്ച് കൂത്താടുമായിരുന്നോ? അമ്മയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ പ്രിയക്കും സങ്കടം തോന്നുവാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, പോയിട്ട് വെള്ളം എടുത്തിട്ട് വാ, മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കാം. മനോഹരൻ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്നപ്പോൾ മുത്തശ്ശി മേഘയുടെ മുഖത്തേക്ക് അത് ശക്തിയായിട്ട് കുടയുകയാണ്. എന്നിട്ട് എഴുന്നേക്കാൻ പറയുന്നുണ്ട്. മേഘയാണെങ്കിൽ ആ ഒരു വെള്ളം വീണ ഫോഴ്സിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ദേഷ്യത്തോട് പറയുന്നുണ്ട്, മേഘ എഴുന്നേക്കടി. മേഘ ഞെട്ടി എഴുന്നേറ്റിട്ട് ഇവരെ 3 പേരെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. എന്നിട്ട് ഒന്നും അറിയാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ല മുത്തശ്ശി, ഇതെന്താ ഇത്ര പെട്ടെന്ന് തിരുപ്പതി പോയിട്ട് വന്നോ? എന്ത് ഇത്ര പെട്ടെന്നോ? മനോഹരൻ ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ തിരുപ്പതി പോയ സമയം നോക്കിയിട്ട് നീ കുടിച്ചിട്ട് വന്നതാണോ? അതെ, മേഘ തലചൊറിഞ്ഞുകൊണ്ട് പറയാണ്. പ്രിയയും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാതെ വിത്തൗട്ടിലാണ് പോയിട്ട് വന്നത്. നിനക്ക് കുടിക്കാൻ എവിടെ നടി കാശ്? അപ്പോൾ മേഘ പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ ഫ്രണ്ട് പാർട്ടി തന്നതാ, അതുകൊണ്ടാണ് കുടിച്ചത്. അതെ, ഇങ്ങനെ പാർട്ടി എന്ന് പറഞ്ഞ് പോയി മദ്യപിച്ചത് കാരണമാണ് ഇപ്പോൾ ഈ ഗതികേടിലായത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്നെ തിരുത്താൻ നീ തയ്യാറല്ലേ? ആദ്യം നിന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് പോയിട്ട് കുളിക്ക്. മേഘ ഇങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട് തലയുടെ ആ ഒരു കെട്ടുവിടാതെ നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി തിരുപ്പതി എന്നല്ല, ലോകത്തിൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും മേഘ നന്നാവാൻ വേണ്ടി ശ്രമിക്കില്ല. മേഘയ്ക്ക് നന്നാവണം എന്നുള്ള ആഗ്രഹമേ ഇല്ല. ചേച്ചി നിങ്ങളുടെ നേർച്ചകളൊക്കെ വേസ്റ്റാണ്. എന്ത് പറയാനാ, എല്ലാം എൻ്റെ തലയിൽ എഴുത്താ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മേഘയെ കൂട്ടിക്കൊണ്ട് കുളിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, നന്നായിട്ട് തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്ക്, തലയുടെ കെട്ടൊക്കെ വിടട്ടെ. എന്നിട്ട് പ്രിയയും കൂട്ടിയിട്ട് മനോഹരൻ ഒരു ഭാഗത്തും മേഘയും കൂട്ടിയിട്ട് മുത്തശ്ശി മറുഭാഗത്തും പോവാണ്. അതേസമയം ചന്ദ്രികയുടെ വീട്ടിലാണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ ലക്ഷ്മിയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി കൈ കഴുകിയിട്ട് വന്നിട്ട് ഇരുന്ന സമയത്ത് അവർ സംശയത്തോടെ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, അല്ല സിദ്ധുവും ജാനകിയൊക്കെ എവിടെ? സിദ്ധു സാറ് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയാണ്, ജാനകി അമ്മായി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ലക്ഷ്മി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? എന്തിനെ പറ്റിയാ അമ്മ പറയുന്നത്? ഇന്നലെ രാത്രി മേഘ ബാറിൽ കള്ള് കുടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ചന്ദ്രിക അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരറിഞ്ഞിട്ട് മേഘയെ വെറുക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ലക്ഷ്മിയാണ് ചന്ദ്രികയോട് പറയുന്നത്, അവൾ മദ്യപിച്ചതും പോരാഞ്ഞ് ബാറിൽ പ്രശ്നം ഉണ്ടാക്കി അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. മാനേജർ കോൾ ചെയ്ത് സിദ്ധുവിനോടാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സിദ്ധു പോയിട്ട് മേഘയെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. പക്ഷേ സിദ്ധു പോയി എന്നുള്ളത് ചന്ദ്രികയ്ക്ക് പുതിയ അറിവായിരുന്നു. അപ്പോൾ അവൾ അമ്മയോട് പറയുന്നുണ്ട്, സിദ്ധു സാറ് പോയെന്നോ? സിദ്ധു സാറ് പോയിട്ടുണ്ടാവില്ല അമ്മ.
മനീഷിനെ കോൾ ചെയ്ത് മനീഷിനോട് പറഞ്ഞിട്ട് മനീഷാണ് മേഘയെ കൂട്ടിക്കൊണ്ട് വരാമെന്നാണല്ലോ സിദ്ധു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിദ്ധു മനീഷിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മനീഷിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് സിദ്ധാർത്ഥ് തന്നെ പോയിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നത്. അത് കേട്ട സമയത്ത് ചന്ദ്രിക ആകെ ഒരു വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ്. അവൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഈ കാര്യം എന്നോട് സിദ്ധു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ. അവൾ ആകെ വല്ലാത്തൊരു മനപ്രയാസത്തിലാണ് ഉണ്ടായിരുന്നത്, സിദ്ധു ആ ഒരു കാര്യം പറയാത്തത് കൊണ്ട്. ചന്ദ്രികയുടെ മുഖത്ത് ആ ഒരു വിഷമം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി മകളെ തന്നെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ബാറിൽ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. സിദ്ധു കറക്റ്റ് സമയത്ത് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ മേഘയെ റെയ്ഡിൽ പിടിച്ച് പോലീസുകാർ കൊണ്ടുപോവായിരുന്നു. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്ക് വീണ്ടും ഒരു ഞെട്ടലാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മേഘ എന്തുകൊണ്ട് ഇങ്ങനെ ആയതെന്ന് അറിയില്ല ചന്ദ്രിക. അവളെ ഞാൻ എങ്ങനെയൊക്കെയാണ് വളർത്തിയതെന്ന് അറിയാമോ? എന്നാൽ അവൾ ഇതുപോലെ ഒരു ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത മനപ്രയാസം തോന്നുന്നു. മേഘ സ്വയം തിരുത്തുമോ നന്നാവുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം നിൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടി ദേഷ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കാര്യം നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ അമ്മയോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മേഘ തിരുത്താൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ അമ്മ ചെയ്യുക? ദൈവം തന്നെ ഇനി അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്ക് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ സ്റ്റെപ്പിറങ്ങി വരുന്നുണ്ടായിരുന്നു. അവൻ ലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, അമ്മായി എനിക്ക് പുറത്തൊരു കാര്യം ചെയ്യാനുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാവേ. ചന്ദ്രിക, ഞാൻ പോയിട്ട് വരാവേ. സർ, ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത് കഴിച്ചിട്ട് പോയിക്കോ. ഇല്ല, അത് കഴിച്ചിട്ട് പോകുമ്പോഴേക്കും നേരെ ഒരുപാട് വൈകും, ഞാൻ പോയി വന്നിട്ട് കഴിച്ചോളാം. എത്ര നേരം പോവാനാ, വന്ന് കഴിച്ചിട്ട് പോയിക്കോ സർ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. സിദ്ധുവിന് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതിനിടയിൽ ചന്ദ്രിക പറയുന്നുണ്ട്, അല്ല സർ, ഇന്നലെ മേഘയെ ബാറിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ മനീഷിനെ പറഞ്ഞു വിടാമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് നിങ്ങൾ തന്നെയാണോ പോയത്? ചന്ദ്രിക ചെറിയൊരു സംശയത്തോടെയും കുശുമ്പോടെയാണ് ചോദിക്കുന്നത്. അതെ, സിദ്ധു പറയുന്നുണ്ട്. ചന്ദ്രിക, ഞാൻ മനീഷിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവസാനം ഞാൻ തന്നെ പോവേണ്ട അവസ്ഥ വന്നു. സാറ് തനിച്ച് പോയിട്ട് മേഘയെ കൂട്ടിക്കൊണ്ടു വന്നതിനെ ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല. എത്രയൊക്കെ ആയാലും മേഘ ഒരു പെണ്ണല്ലേ. അപ്പോൾ അവളെ ബാറിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ സാറ് തനിച്ച് പോയത് എനിക്കെന്തോ അത് നല്ലതായിട്ട് തോന്നുന്നില്ല. ചന്ദ്രിക ചെറിയ കുശുമ്പോടെയാണ് സംസാരിക്കുന്നതെന്ന് സിദ്ധുവിനും ലക്ഷ്മിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവളുടെ മുഖത്തും ആ ഒരു ഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ലക്ഷ്മിയെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. ലക്ഷ്മിക്കും കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവർ പരസ്പരം ചന്ദ്രികയുടെ ആ ഒരു കുശുമ്പ് ആസ്വദിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.